സമയായില്ലേ? വാ, നമുക്ക് വേഗം താഴേക്ക് പോവാം. ഇതെന്താ ഇത് വീറാണല്ലോ. വീര്, ഇംലി, ചുൾബുൾ ഇവരെങ്ങനെ ഇത്ര ചെറുതായി പോയത്? ഉറപ്പായും എന്തെങ്കിലും മാജിക് കാണിക്കുന്നതായിരിക്കും. പാവം സ്വയം കുടുങ്ങിപ്പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇപ്പൊ പണി തരാവേ. ഇടിക്കട്ടെ ഇടിക്കട്ടെ, മോ നോക്കി ഇടി തരട്ടെ. വേണോ? പറ വേണോ? ബണ്ടി പ്ലീസ്, അപ്പൂപ്പനെ വിളിക്കേ. ബണ്ടി, ഞാൻ ഇപ്പോഴേ ഒരു ഡാൻസ് കളിക്കാൻ പോവാ. ഇന്ന് വീറിനെ എന്റെ കയ്യിൽ കിട്ടിയിരിക്കല്ലേ. ദേ ഇറങ്ങിയിരിക്കുന്ന ഒരു ഡിസ്കോ ഡാൻസർ. ഇവന്റെ വിചാരം എന്താണാവോ? മര്യാദക്ക് എന്റെ കൂടെ താഴേക്ക് വാടാ, അവിടെ നിനക്ക് ഒത്തിരി പണിയുണ്ട്. പറഞ്ഞാ കേക്ക്. മമ്മി മമ്മി മമ്മി, ഇതേ കണ്ടോ? വീര് ചെറുതായത് കണ്ടോ? ദേ ഒരു അടക്കയുടെ വലിപ്പം പോലും ഇല്ല, 1 ഇഞ്ച്. ദേ ഇവിടെ കണ്ടില്ലേ? നീ വാടാ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട, മര്യാദക്ക് വന്നു വാ. എന്നെ വിട്. ആദ്യമായിട്ട് ബണ്ടിയുടെ അമ്മയോട് താങ്ക്സ് പറയാൻ തോന്നുന്നത്. അങ്ങോട്ട് നോക്ക്, ആ പല്ലിത് ഇങ്ങോട്ടേക്കാ വരുന്നേ. ഓടിക്കോ. ഇംലിയെ ഭിത്തിയിലൂടെ കയറി റെയിലിംഗ്സിലൂടെ സ്ലൈഡ് ചെയ്യാം. അപ്പാ പല്ലിക്ക് നമ്മളെ പിടിക്കാൻ കഴിയില്ല. ഇംലി, ചുൾബുൾ വേഗം വേഗം വരൂ, അത് പിന്നാലെ ഉണ്ട്. ഇതെന്നെ കൊണ്ട് പോലും പറ്റാത്ത കാര്യമാണല്ലോ. വീർ, ഇത്തവണ നിന്നെ രക്ഷിക്കാൻ ആർക്കുമാവില്ല. ഒരിക്കലുമാവില്ല. ഒരു മരത്തിന്റെ വേരിന് മണ്ണ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതിനെ മണ്ണിൽ നിന്ന് പാറയിലേക്ക് കൊണ്ടുപോവാം. അവിടെ ഇതിന് നടക്കാനും പറ്റില്ല, ഇതിന്റെ വേരിന് ഗ്രിപ്പും കിട്ടില്ല. അയ്യോ, ഇതെന്താ ഇങ്ങനെ? ഒന്ന് നേരെ നിക്ക്. എന്താ ഇത്? എന്ത് പറ്റിട്ടും പറ്റൂ? പേടിച്ചു പോയോ? ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. നിനക്ക് ധൈര്യമുണ്ടെ ഇങ്ങോട്ട് വാ. ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. അപ്പൂപ്പ ഇങ്ങോട്ട് വരല്ലേ പ്ലീസ്, ഇവന്റെ അടുത്തേക്ക് വരരുത്. വീർ, ഇനി നീ എന്റെ കസ്റ്റഡിയിലാകും.
ബോസേ വീർ, എന്റെ അഭിപ്രായത്തിൽ ജിണ്ടുവിനെ വിളിക്കുന്നതായിരിക്കും നല്ലത്. ജിൻഡു വിളിച്ചിട്ട് വരുന്നില്ല. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഏതും മരമാണെങ്കിലും ശരി, തീട്ട് കഴിഞ്ഞ കത്തിപ്പൊയ്ക്കോളും. എന്നാ അതൊന്ന് ട്രൈ ചെയ്യാം. ഫയർ സ്യൂട്ട് ഓൺ. ഫയർ സ്യൂട്ട് ഓൺ. വരൂ അപ്പൂപ്പ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഈ ട്രീ ഹൗസിന്റെ റിപ്പയറിംഗ് കഴിഞ്ഞായിരുന്നോ? അതെ, റിപ്പയറിംഗ് ഒക്കെ കഴിഞ്ഞു വീർ. നമുക്ക് വീട്ടിലേക്ക് പോകാം. പക്ഷേ എനിക്കൊരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ജിണ്ടുവിനെ കുറിച്ച് ഒരു വിവരവുമില്ലല്ലോ. ആ ട്രീ റോബോട്ടെ കിടന്ന് കറങ്ങി കളിച്ചില്ല, അപ്പൊ അവൻ തെറിച്ച് ദൂരെ വീണായിരുന്നു. അപ്പോൾ അവന്റെ തലയ്ക്ക് അടി കിട്ടിയിട്ട് അവന്റെ ഓർമ്മയൊക്കെ മാഞ്ഞു പോയതായിരിക്കും. വരൂ, നമുക്ക് തിരിച്ചു പോയി അവനെ കണ്ടുപിടിച്ച് അവന്റെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരാം. ദേ കണ്ടില്ലേ മിന്നാമിന്നി, എത്രയധികം കഷ്ടപ്പെട്ടാ ഞാൻ അതിനെ പിടിച്ചെന്ന് അറിയോ? കാണാൻ നല്ല രസമുണ്ടല്ലേ? വാ, ഇനിയും മിന്നാമിനിങ്ങിനെ പിടിക്കാം. വീർ, നിനക്ക് ഇതുപോലെ മിന്നാമിനിയെ പിടിക്കാൻ പറ്റുമോ? നിന്നെ കൊണ്ടൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ മിന്നാമിനിയെ പിടിക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള പണിയാ. ഇതിനെ പിടിക്കണെങ്കിലേ നല്ല സ്പീഡും പിന്നെ ബുദ്ധിയും ശക്തിയും ഒക്കെ വേണം. മനസ്സിലായോ? ഓ, അപ്പൊ ഇതിനെയാണ് മിന്നാമിന്നി എന്ന് വിളിക്കുന്നേ. ഇങ്ങ തന്നെ ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഇന്നേ വരെ മിന്നാമിനിയെ കണ്ടിട്ടേ ഇല്ല. നീ എങ്ങനെയാ പിടിച്ചേ? ഇതെങ്ങനെയാ പറക്കുന്നേന്ന് നോക്കാം. വാവ്, കാണാൻ എന്ത് ഭംഗിയാ അല്ലേ? പറക്കുന്നത് കണ്ടോ? മിന്നാമിന്നി ചേട്ടാ, പറന്നോളൂ. താങ്ക് യു. നീ ഇതെന്താ ചെയ്ത്? എന്റെ മിന്നാമിനിയെ പറത്തി വിട്ടോ? അതിനിപ്പോ എന്താ? നിനക്ക് നിന്റെ സ്പീഡും കഴിവും ഉപയോഗിച്ച് ഇതിനെ വീണ്ടും പിടിക്കാലോ. ചെല്ല് വേഗം പിടിക്ക, അല്ലെങ്കിൽ അത് ദൂരെ പോവും. നിങ്ങളെ ഞാനിന്ന് വെറുതെ വിടാൻ പോകുന്നില്ല. നീ എന്റെ മിന്നാമിനിയെ തുറന്നു വിട്ടോ. എടാ മക്കളെ, വീറിനെ കാല് മടക്കി ഒരു തൊഴി കൊടുക്ക്. കാലുമടക്കി തൊഴിക്കുന്ന കാര്യം എനിക്ക് വിട്ടേക്ക്, എനിക്ക് അതിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ബണ്ടി, ഇനി ഒരിക്കലും മിന്നാമിനിയെ പിടിച്ച് ബോട്ടിലിൽ അടച്ചു വെക്കരുത്. നിന്നെ അങ്ങനെ ബോട്ടിലിന്റെ അകത്തേക്ക് ഇട്ടാൽ നിനക്കെന്താ തോന്നുക? എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്. അല്ലേടാ അക്കു ഇക്കു, നമ്മൾ അകത്തിരുന്ന് ഗെയിം കളിച്ച് രസിക്കും. എന്നാ ശരി, വേഗം ഞങ്ങളെ ഏതെങ്കിലും ബോട്ടിലിനകത്തേക്ക് ഇട്ട് അടയ്ക്ക്. വേഗം. മമ്മി, ഡാഡി, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഗെയിം കളിക്കുന്നില്ലേ? എന്തിനാ കരയുന്നേ? അയ്യോ ജിൻടു, അവരെ പഴയതുപോലെ ആക്ക്. ഇങ്ങനെ മാജിക് ഒന്നും ചെയ്യരുതെന്ന് എത്ര തവണ പറയണം? അപ്പൂപ്പ, ബണ്ടി ഒരു മിന്നാമിനിങ്ങിനെ പിടിച്ച് ബോട്ടിലകത്ത് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. വീരതിനെ തുറന്നു വിട്ടു. വീർ, നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ലോകത്തുള്ള ഒരു ജീവജാലങ്ങളെയും ഇതുപോലെ നമ്മൾ അടച്ചു വെക്കാൻ പാടില്ല. അപ്പൂപ്പ, ഇപ്പൊക്കെ എന്താ മിന്നാമിനെ കാണാൻ പറ്റാത്തെ? മിന്നാമിന്നുകൾ കാടുകളിലാണുള്ളത്.
ഇവിടെ ഒരുപാട് ആളുകളില്ലേ, ഒരുപാട് പൊല്യൂഷൻ ഉണ്ട്. പുക, പൊടി, ബസിന്റെയും കാറിന്റെയും ശബ്ദങ്ങൾ, ഇതൊന്നും മിന്നാമിന്നുകൾക്ക് തീരെ ഇഷ്ടമല്ല. പണ്ട് കാലങ്ങളിൽ ഇവിടെയും വളരെയധികം മിന്നാമിന്നുകൾ ഉണ്ടായിരുന്നു.